ഒരു സ്നേഹ സംഗീതമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നെൽസൺ ചേട്ടൻ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി വിശുദ്ധ ജത്രൂഡ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഏറ്റുചൊല്ലിയതിന് ശേഷം ഒരു സ്വർഗസ്നായും നന്മവഞ്ഞുറിയും ത്രിത്വസ്തുതിയും ഉണ്ട്. അത് നമ്മൾ ഒരുമിച്ചാണ് ചൊല്ലുക. സ്വർഗസ്നായും അതിൻ്റെ ബാക്കിയും നന്മവഞ്ഞുറിയും ബാക്കിയും പിതാവിൻ പുത്രനും ബാക്കിയും നമ്മൾ ഒരുമിച്ചാണ് ചൊല്ലുക. വിശ്വാസത്തോടുകൂടി ചെല്ലുമ്പോൾ 1000 ആത്മാക്കൾ, ഒരാൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ 1000 ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടും എന്നാണ് ഈശോ വിശുദ്ധ ജത്രൂദിന് വെളിപ്പെടുത്തിയത്. ആ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യ ബലികളോടും ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരുമിച്ച് എല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമുക്കിരിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് പ്രെയർ സോങ് പാടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളെല്ലാവരും പാട്ട് പാടുന്നു. പ്രെയർ സോങ് ലീഡ് ചെയ്യാനായിട്ട് ടീനയെയും കുഞ്ഞേട്ടനെയും ഷെറിനെയും തെരേസയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ടീന, കുഞ്ഞേട്ടൻ, ഷെറിന്, തെരേസ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ
വിജയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. അടുത്തത് കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കേക്ക് കട്ട് ചെയ്യാൻ ആദ്യമേ എൽസേച്ചിയെ വിളിക്കുന്നു. എൽസേച്ചിയെ വിളിക്കുന്നതിനോടൊപ്പം ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നെവിനെയും നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞാട്ടനെയും അതുപോലെ തന്നെ ഫെബ്രുവരി 3 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോക്കുട്ടനെയും പിന്നെ ലിയോൻ്റെ ബർത്ത്ഡേയും ഫെബ്രുവരി 3 തന്നെയാണ്, പക്ഷേ കാനഡയിലാണ്. ജനുവരിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളെയും ഫെബ്രുവരിയിലും ഉള്ള എല്ലാ കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ താല്പര്യമുള്ള വലിയവരെയും ജനുവരി ഫെബ്രുവരി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവരെയും എൽസി ചേച്ചിയോടൊപ്പം കേക്ക് കട്ട് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്തു. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൈയടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കൈ ഫ്രീ ആയിട്ടുള്ളവർ അസാധ്യമായി പാടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിക്കാവുന്നതാണ്. അതിന് സമ്മാനമായിട്ട് ഒരു പീസ് കേക്ക് കസേരയിൽ വെച്ചിട്ടുണ്ട്. ഇനി ആരാ അടുത്ത പരിപാടി? ഡാൻസുകാരൊന്നും ഇപ്പോൾ തയ്യാറായിരിക്കത്തില്ലായിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് അതെ, അത് ശരിയാ. ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കേക്ക് തിന്നുന്നതിന്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തില്ല 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്ക്കുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. വന്നപ്പോൾ 1000 തോന്നലായി, പൂനില നീ വിരിഞ്ഞു. ഉള്ളിലൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തൊഴിലായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടതിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പൊന്മഴക്കേ എത്തിക്കഴാം കെട്ടിയിട്ട മരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പൊന്മഴക്കേ എത്തിക്കഴാം കെട്ടിവിട്ട മരിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തില്ല 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഈരൻമുടി കൊതി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനും ചന്ദനന്തർ അതിമരം ചോട്ടിൽ വന്ന താരകളായി. രാവിൻ്റെ പൂമരം കൊണ്ട് വെണ്ണിലങ്ങും കണ്ണാടി പുഴയിലെ പൂനിരകൾ. രാവലോ തീരത്തോളങ്ങൾ, തീരത്ത് ദാഹത്തിൽ താളങ്ങൾ 1000 പോയിടാം. മിന്നൽ വെള്ള കയ്യിലായി നേരം പൂത്ത നേരം എത്തിക്കൊഴാം കഞ്ചിലായി ഉണ്ടിൻ്റെ പൂത്തിരങ്ങൾ. മിന്നൽ വള കണ്ട നേരം പൊഞ്ചരകേ എത്തിക്കൊഴാം കെട്ടുവിട്ട മാരുവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പൊന്നഴകേ എത്തിക്കഴാം കെട്ടിയിട്ട മാരുവില്ലാണു നീ. അപ്പോൾ അടോണിനും ആൻസി ചേച്ചിക്കും പ്രത്യേകമായ കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായി പാടി. ഇനി അടുത്തത് നമുക്കൊരു ഡാൻസ് നടത്താമെന്നാണ്. അതിൻ്റെ പാട്ടുമൊക്കെ ഇട്ടേച്ച് തെരേസാക്കുട്ടി പാട്ടൊക്കെ റെഡിയാണോ? അപ്പോൾ എല്ലാവരും തെരേസാക്കുട്ടിയുടെ ഡാൻസ് ഇപ്പം തുടങ്ങും.
പൂവല്ലേ അമ്പിളിച്ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടലു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയ മെയ്യഴകല്ലേ എന്നച്ചോടല്ലേ അയ്യോ പമ്മി 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 വന്ന് പാത്തു നിൽക്കാതെ ഇല്ല മുള്ളു വേലിക്കപ്പുറത്ത് നിന്ന് നോക്കാതെ ഇട ചന്തമുള്ള കുറ്റി പോകൽ കണ്ണു വയ്ക്കാതെ മര കണ്ടിടാത്ത നേരം നോക്കി കട്ടെടുക്കാതെ നാദസ്വരം മുതുന്നുണ്ട് നാലാളിതെ നെഞ്ചാകയും നിന്നെ കണി കണ്ട തൊട്ട് കൊട്ടും തകിലമ്പോ തുടി നെഞ്ചിടിപ്പ് പെടപ്പെടപ്പിതാ ഓ എന്തിനാണ് അമറപ്പ് തൊണ്ട വറ്റണേ ഞാൻ പെട്ടതുപോലെ ആകെ മൊത്തം പട്ടിണകി നീ തന്നെ കാക്കണവേ ആകെ മൊത്തം പട്ടിണകി നീ തന്നെ കാക്കണവേ അടിപൊളി ഡാൻസ് ആയിരുന്നു എടുത്ത് പറയേണ്ട കാര്യമില്ല. എൽസേച്ചിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റിലെ ഒരു പ്രത്യേക ബർത്ത്ഡേ ഗിഫ്റ്റാണ് നമ്മൾ തന്നെ ഇത് വേണ്ടി പഠിച്ച് ഇവിടെ വന്ന് ചെയ്തത്. ഒരു കയ്യടിയും കൂടെ, നല്ലൊരു കയ്യടിയും കൂടെ കൊടുക്കാം. നാളാണ് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്
ഇറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ആവോ ദാമാരോ നാലാളു കൂടണല്ലോ ആവോ ദാമാരോ നാളാകെ ചുറ്റണല്ലോ ആവോ ദാമാരോ നാടകെ കൂടിയിട്ട് ആവോ ദാമാരോ കുളി കൂടണല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ആവോ ദാമാരോ പിണ്ടിയൊടിച്ചു വന്നേ ആവോ ദാമാരോ പിണ്ടിയും കുത്തിയല്ലോ ആവോ ദാമാരോ കൈത്തിരി കത്തുന്നല്ലോ ആവോ ദാമാരോ ലോകത്തിൻ പൊന്മിളകേ ഓലച്ചുട്ടുമെരിയുന്നേ നടന്നോരത്താരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ഓലച്ചുട്ടുമെരിയുന്നേ നടന്നോരത്താരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കടന്നോരും നിത്യത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കടന്നോരും നിത്യത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ആവോ ദാമാരോ ആർക്കുമുയരണല്ലോ ആവോ ദാമാരോ ആരുവരവിതന്നേ ആവോ ദാമാരോ ഇമ്പ് മുറുകണല്ലോ ആവോ ദാമാരോ കൊല്ലുമെരിയണന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴിക്കങ്കമൊരുങ്ങുന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴിക്കങ്കമൊരുങ്ങുന്നേ കൊമ്പൻ തുമ്പി ചുഴറ്റുന്നേ കടുവ കണ്ണ് കലങ്ങുന്നേ പമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞതടുക്കുന്നേ കൊമ്പൻ തുമ്പി ചുഴറ്റുന്നേ കടുവ കണ്ണു കലങ്ങുന്നേ പമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞതടുക്കുന്നേ ആവോ ദാമാരോ മുണ്ട് മുറുക്കണല്ലോ ആവോ ദാമാരോ പമ്പ് പിടിക്കണല്ലോ ആവോ ദാമാരോ മണ്ണ് പറക്കണല്ലോ ആവോ ദാമാരോ വെള്ളിടി വെക്കുന്നല്ലോ നല്ല അടിപൊളി ഡാൻസ്. ഒരു കയ്യടിയും കൂടെ അതിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി അടുത്ത എൽശേച്ചി ഒരു പാട്ട് ഗ്രേശേച്ചി വരുന്നുണ്ട്. ഗ്രേശേച്ചി വരട്ടെ. ആദ്യമേ ഗ്രേശേച്ചി വന്നൊരു പാട്ട് പാടുന്നതായിരിക്കും. വീണിയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നോ മിണ്ടുകില്ലേ മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നോ മിണ്ടുകില്ലേ നിൻമുഖം കാണുമ്പോൾ എൻ കൺ
എന്തിനാണീ മൗനം എന്നോടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നോ മിണ്ടുകില്ലേ പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ എന്നിട്ടും മിൻമുഖം അന്നല്ലോ നിന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നോ മിണ്ടുകില്ലേ. അടിച്ച് പൊളിച്ച് കൈയടിക്കാതെ രക്ഷയില്ല. നിങ്ങളുടെ കൈ കഴിച്ചാലും ഇന്നിപ്പോൾ കൈ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കൃഷ്ണാനി ബേഗനെ ബാരൂ കലലം ദിഗേ ഗജേ നിലദവാപ്പുലി നിലവർണ്ണനെ നാട്യവ നാടുത ബാരു കൃഷ്ണാനി ബേഗനെ ബാരു കാശീപീതാംബരം കയ്യല്ലി കുളലു കുശീത ശ്രീഗന്ധ മഞ്ഞളി ബിരളു കൃഷ്ണാനി ബേഗനെ ബാരു തായിಗೆ ಬಾಯಲ್ಲಿ ಜಗಬಂಧು ತೋರಿದ ತಾಯಿಗೆ ಬಾಯಲ್ಲಿ ಜಗಬಂಧು ತೋರಿದ ಜಗದೋತ್ತಾರಗ ನಮ್ಮ ಗುಡುಗಿ ಶ್ರೀಕೃಷ್ಣ ಕೃಷ್ಣಾನಿ ಬೇಗನೆ ಬಾರು ಕೃಷ್ಣಾನಿ ಬೇಗನೆ ಬಾರು ಕೃಪಯಾ ಬಾಲಯ ಶೌರೇ ಕರುಣಾರಸವಾಸ ಕಲುಷಾರ್ತಿ ನಿಭಾಯನ ಕೃಪಯಾ ಪಾಲಯ ಶೌರೇ ತಪನೀಯ ನಿಪಶಲ ತುಗಿನಾಂ ಶುಶುಭದನ ಶ್ರೀಪತ್ಮನಾಭ ಸರಸೀಜಲೋಚನ ಶ್ರೀಪತ್ಮನಾಭ ಸರಸೀಜಲೋಚನ ಕೃಪಯಾ ಬಾಲಯ ಶೌರೇ ಕುರುಮೇ ಕುಶಲಂ ಮೋದ ते कुरुबिन्दनिपादन्तं निरुपमसंसार
നിരരരിവരബോധം നാരദമുഖമൂനി നാരദമുഖമൂനിയും നികരാഗയ ചരിത ആരയ്യവമാകില പാപജാതം പവൻ വരയ്യമമാകില പാപജാതം ഭവം കൃപയാ ബാലയ ശൗരേ കരുണാരസവാസം കലുഷാർത്തി നിഭായനം കൃപയാ ബാലയ ശൗരേ പാലയ മാമയേ അന്തതം കരുണയാം ജഗദീശ സരസാക്ഷ പരിപാലയ മാമയേ അന്തതം കരുണയാം ജഗദീശ നിരശാത്ര ജനകാധികമേ ജഗ നിരജാത്ര ജനകാധികമേ ജഗ നിരജാത്ര ജനകാധികമേ ജഗ നിരദാപകരി നാരദ ശിവ കരസരസ പരിപാലയ മാമയേ തം കരുണയാം ജഗദീശ तुझको देखा था मैंने अपने आंगन में, दे रही थी तू मुझे बांध लो बंधन में। ये कैसा रिश्ता है, ये कैसे सपने हैं, बेगाने होकर भी लगते हैं अपने हैं। रहता हूँ तेरे
जीने में क्या मजा है परवाने जानते हैं तुम यूं ही जलाते रहना आखिर ख्वाबों में पल पल दिल के पास रहती हो जीवन मीठी प्यार तुम रहती हो पल पल के पास तुम रहती हो അടിപൊളി കൈയടി ഓർക്കുക. ചേച്ചി ഏതായാലും വന്ന് പാട്ട് ബർത്ത്ഡേ ഗേൾ പാട്ട് പാടാൻ പോകുന്നു. നമുക്ക് കൈയടിച്ച് നാളെ അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനം അനുദിനം ആൽബാവിൽ നടക്കുമി അനുരാഗപൂജ ഭവാൻ അറിയുന്നില്ല കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല അരികത്തു വന്നപ്പോഴൻ ഹൃദയ ശ്രീകോവിലിലെ ആരാധനയുടെ മണികിലുക്കം അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കളാലി വളർന്നും അർച്ചന നടത്തിയ
നീലഭസ്മം ഉറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കുഞ്ചുമ്പോൾ എന്തിനീ നാണം തേനിളം നിലാവിൻ്റെ നീലഭസ്മം ഉറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ കുഞ്ഞുകാറ്റിൻ ലോലമാം ശ്രുതി കൈകൾ നിന്റെയോ പാവാടത്തുമ്പുലയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴുമ്പുവായി തുള്ളുമ്പോൾ നിൻ പാട്ടിനിക്കല്ലി നിലാവിൻ്റെ നീലഭസ്മം ഉറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ തപസ്സിന് ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖവിൽ നിലാവിൻ്റെ നീലഭസ്മം ഉറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്തോഷം. താങ്ക് യു. അടുത്തത് നമ്മുടെ കിരണാണ്. ആളായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. ആളായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. കുളിക്കാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. ആലയം തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മാനം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മാനം വേണം,
വേണം. നാടായാൽ നൃത്തം വേണം, ഹരിക്ക് മന്ത്രിമാർ വേണം. നാടായാൽ നൃത്തം വേണം, ഹരിക്ക് മന്ത്രിമാർ വേണം. നാടിന് ഗുണമുള്ള പ്രജകൾ വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുളത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുളത്തിങ്കൽ സീത നല്ലു. ഊണുറക്കമുപേക്ഷിച്ചാൽ ലക്ഷ്മണൻ നല്ലു. കടക്കു ഭരതൻ നല്ലു, കറവാൻ പൈകിളി നല്ലു. കടക്കു ഭരതൻ നല്ലു, കറവാൻ പൈകിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ കരുടൻ നല്ലു. ൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളം വേണം. ഒന്നിനെ മെച്ചമായിട്ട് പാടിക്കൊണ്ടിരിക്കുവാണേ. കുരിശുവരച്ചാലും കുമ്പിട്ടു ധരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമെന്ന് വരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു ധരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് കാരണം തുടക്കത്തിലെ പാട്ടിൽ എല്ലാവരുടെയും ശ്രദ്ധ വേറെ വഴിക്കായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു പാട്ടൂടെ പാടുന്നു. മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ശരി നിന്നെ
കൊടുക്കാവുന്നതാണ്. താങ്ക് യു വളരെ നന്നായിരുന്നു കേട്ടോ. ജോയ്സിനെ ക്ഷണിക്കുന്നു. വചന സന്ദേശത്തിന് ശേഷം കൈയടി വേണ്ട എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകമായ താല്പര്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായ പാട്ടുകളുടെ ഇടയിൽ എൽസി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടി അത് കുളവാക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് കരോക്കെ ഇട്ടൊന്നും പാടാൻ എനിക്കറിയത്തില്ല. പാട്ട് പാടുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം വരുന്നത് നെൽസപ്പൻ ചേട്ടനെയാണ്. എത്ര തെറ്റിച്ച് പാടിയാലും ഒരു പുഞ്ചിരിയോടെ അതിനൊപ്പിച്ച് വയലിൻ വായിക്കാൻ നെൽസപ്പൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാടിയേനെ. പുള്ളിയുടെ മക്കളൊക്കെ ഇത്രയും മനോഹരമായി പാടി അതിനുള്ള സന്തോഷം അറിയുന്നു. നെൽസപ്പൻ ചേട്ടനെ തീർച്ചയായും ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ പാട്ടുപാടി കുളവാക്കണ്ട എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ടും ഡാൻസും ഉണ്ട്, ഇച്ചിരി വചനം പറഞ്ഞാലോ എന്ന്. എല്ലാവരുടെയും അനുമതിയോടെ ഒരു അൽമായൻ്റെ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഒരു സാധാരണ അൽമായൻ്റെ വചനത്തോടുള്ള കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത് പങ്കുവെക്കുന്നതിന് മുമ്പ്
ഞാൻ ഓർത്തിട്ടുണ്ട്, ഈശോ വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പറയുന്നുണ്ട്, സുവിശേഷം ഹൃദയത്തിൽ എഴുതപ്പെട്ടുവെന്ന്. ഹൃദയത്തിൽ എഴുതപ്പെട്ട സുവിശേഷം എന്തിയെ എന്ന് ചോദിച്ചാൽ അത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. ഞങ്ങളുടെ എല്ലാം ചേച്ചിയായ എൽസി ചേച്ചിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സുവിശേഷം ആ സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ, എല്ലാവരോടും ഒരുമിച്ച് കൂടുമ്പോഴുള്ള ആ സന്തോഷം, അതാണ് സ്നേഹത്തിൻ്റെ സുവിശേഷം. എൽസി ചേച്ചിയുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന് ആ സുവിശേഷത്തിൽ പങ്കുചേർന്ന നിഷമോളെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പുതിയ നിയമത്തിലെ എല്ലാവർക്കും പരിചിതമായി പല കാരണങ്ങൾ കൊണ്ട് കേട്ട് പരിചയമുള്ളതാണ് കാനായിലെ കല്യാണ വിരുന്ന്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ആഴവും വീതിയും കൊണ്ട് ഒത്തിരി മഹത്തരമാണ്. അതിനെപ്പറ്റിയെല്ലാം നിങ്ങളൊക്കെ പല അവസരങ്ങളിൽ വിവാഹവേളകളിലും വിവാഹ ശുശ്രൂഷകളിലും കേട്ടിട്ടുണ്ട്. ഒരു സാധാ അൽമായൻ്റെ കാഴ്ചപ്പാടിലുള്ള വചനം പങ്കുവെക്കലാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ആ കാനായിലെ കല്യാണ വിരുന്നെന്ന അധ്യായം 2:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ബഹുമാനത്തോടെ വചനത്തെ കേൾക്കുക. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആമേൻ. ഇത് നമ്മൾ പല അവസരത്തിലും പ്രത്യേകിച്ച് വിവാഹവേളകളിലും കേട്ടിട്ടുള്ളതാണ്. എന്നെ കേൾക്കുന്നവർ പല പ്രായത്തിലും
പല രോഗപരിചയത്തിലും പല അനുഭവങ്ങളിലും ഉള്ളവരാണ്. ഒരു അൽമായൻ എന്ന രീതിയിൽ, ഒരു സാധാ അൽമായൻ എന്ന രീതിയിൽ എനിക്ക് 3 കാര്യങ്ങളാണ് എന്നെ ഇതിനകത്ത് സ്പർശിച്ചത്. ഒന്ന്, ഏറ്റവും പ്രധാനമായത്, ഒരു വീട്ടിൽ യേശുവും അമ്മയും പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്ന, അവരുമായിട്ട് അടുക്കള ബന്ധം സ്ഥാപിക്കുന്ന ബന്ധമുണ്ടായിരുന്ന ആ വീട്ടിൽ വലിയൊരു ദുരന്തം നടന്നു. വീഞ്ഞ് ഇല്ല. ആദ്യത്തെ മെസ്സേജ് എനിക്ക് കിട്ടിയത് ഇതാണ്. നമ്മളൊക്കെ സാധാരണ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും, അവർക്ക് ഈശോയായിട്ട് ബന്ധമില്ല, അവരെ മാതാവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്തതുകൊണ്ടുണ്ടായതാണ്, ഇങ്ങനെ ചെയ്തതുകൊണ്ടുണ്ടായതാണ്. അങ്ങനെയല്ല. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കാണെങ്കിലും, നമ്മൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും, ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഈശോയായിട്ടോ മാതാവായിട്ടോ ബന്ധമില്ലെന്നുള്ളതല്ല. ഈശോയായിട്ടും മാതാവായിട്ടും ഏറ്റവും ഹൃദയബന്ധമുള്ളിടത്തെ അവർ രണ്ടുപേരും ശിഷ്യന്മാരെ കൂട്ടി കല്യാണത്തിന് പോകത്തുള്ളൂ, അവിടുത്തെ അടുക്കള കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും ആരെയും വിധിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അവരൊക്കെ ഈശോയുടെയും മാതാവിൻ്റെയും സ്വന്തം ആൾക്കാരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളോടും ഈശോയ്ക്കും മാതാവിനും ബന്ധമില്ലെന്നുള്ളതല്ല. നമ്മുടെ അടുക്കളയിൽ വരുന്ന മാതാവാണ് നമുക്കുള്ളത്. പ്രശ്നങ്ങൾ അപ്പോഴും വരും. രണ്ടാമതായിട്ട്, ഒരു അൽമായൻ എന്ന നിലയിൽ എന്നെ സ്പർശിച്ചൊരു കാര്യം, നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വീഞ്ഞ് അതുവരെ അവർക്കെല്ലാം വിരുന്നുകാർക്ക് കൊടുത്ത ഭരണികളുണ്ട്. സാധാരണഗതി വെള്ളം കോരണമെങ്കിൽ നമ്മൾ ആ ഭരണിയിലല്ലേ വെള്ളം കോരണ്ടേ? ശുദ്ധീകരണ കർമ്മത്തിന് വെച്ചിരിക്കുന്ന ഭരണിയിലാണ് ഈശോ വെള്ളം കോരാൻ പറഞ്ഞത്. അതുവരെ അത്രയും ഗസ്റ്റുകൾക്ക്, വിരുന്നുകാർക്ക് വീഞ്ഞു പകർന്ന ആ പാത്രങ്ങളിലല്ലേ നോർമലായിട്ട് നമ്മൾ വെള്ളം കോരിയിട്ട് ഈശോ ആ വെള്ളത്തിനെ അല്ലേ വൈനാക്കി മാറ്റേണ്ട? ശുദ്ധീകരണ കർമ്മത്തിൻ്റെയൊക്കെ ഭരണികളും ആ 6ൻ്റെ നമ്പറിനുമൊക്കെ ദൈവശാസ്ത്രപരമായിട്ട് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും പോകാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരുന്നത്. നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ആ ഭരണി വെള്ളം കോരണം, ഇങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ ചെയ്തു തരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊന്നും വിചാരിക്കാത്ത, അവരെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആ ഭരണിയിൽ വെള്ളം കോരി അതിനെ വീഞ്ഞാക്കി മാറ്റിയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു മെസ്സേജ്. ഇന്ന് പല പ്രായത്തിലുള്ള കോർപ്പറേറ്റ് ലോകങ്ങളിലും ജോലിയുടെ പ്രത്യേക സാഹചര്യങ്ങളിലും ജീവിക്കുന്ന, പല ജീവിതത്തിൽ കൂടെ കടന്നു വന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ബന്ധപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ മെസ്സേജ്. അത് മറ്റേതൊന്നുമല്ല, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ട്, സ്പെഷ്യലിസ്റ്റ്. സാധാരണഗതി നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സായിപ്പന്മാരൊക്കെയാണ് സബ്ജക്റ്റ് സ്പെഷ്യലിസ്റ്റ്. നമ്മളൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഭയങ്കര ശമ്പളത്തോടെ വെക്കുന്ന, അവർക്കൊന്നും അറിയത്തില്ല. ഇവിടുത്തെ സബ്ജക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആ വൈൻ സെല്ലാറിലെ പുള്ളിയായിരുന്നു കേട്ടോ. കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്,
അവനൊന്നും അറിയത്തില്ല, ഭൃത്യന്മാർ അറിഞ്ഞിരുന്നു. അവൻ നമ്മൾ സാധാരണഗതിയിൽ എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിലൂടെ അവരിച്ചിരി ഇംഗ്ലീഷിലൊക്കെ ഹൗ ഇറ്റ് ഈസ്, ഹൗ ആർ യു, വാട്ട് വാസ് ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. നീ മേൽത്തരം വീഞ്ഞ് നേരത്തെ വിളമ്പി, ഇതെന്നാ ഒരു വീഞ്ഞായിരുന്നു, സാധാരണ എല്ലാവരും ഇങ്ങനായിരുന്നു, ഹൈഫൈ ഡയലോഗുകളൊക്കെ പറയും. പക്ഷെ അവർക്കിതിൻ്റെ സംഗതികളൊന്നും അറിയത്തില്ല. പക്ഷെ അറിയാവുന്നത് ആർക്കാണ്? ഭൃത്യന്മാർക്കാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട മെസ്സേജാണ്. നമ്മളൊക്കെ പല ജോലികൾ ചെയ്ത് ജീവിക്കാൻ വരുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും എക്സ്പേർട്ടിനെ കേൾക്കാനാണ് ചെവി കൊടുക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ അറിയാവുന്നത് ഭൃത്യന്മാർക്കാണ്. ഇതെന്നാ സംഭവിച്ചേ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിനകത്ത് എന്താ നടന്നത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് ആ വെള്ളം കോരി തലയെ ചുമന്ന് അവിടെ വന്ന ഭൃത്യന്മാർക്കാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും എല്ലാ ഭൃത്യന്മാരെയും ഹൃദയത്തോടെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിൽ അതിയായി മുന്നേറാൻ സഹായിക്കും, സത്യമായും സഹായിക്കുമെന്ന് ഈ വചനത്തിലൂടെയും എൻ്റെ ജീവിതത്തിലും ഞാൻ കണ്ട കാര്യമാണ്. ഒത്തിരി ഒന്നും നേടിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചു വന്നൊരു കാര്യം, ഈ എക്സ്പേർട്ടിനോടെ ഒന്നും ഞാൻ എതിർത്ത് പറയാറില്ലായിരുന്നു. പക്ഷെ എപ്പോഴും നടന്നുപോയി ഭൃത്യന്മാരോട് എന്നാ സംഭവിച്ചത്, എന്നാ നിനക്കറിയാവുന്നതെന്ന് അവരോട് കേൾക്കുമായിരുന്നു. ആ കേട്ടതുകൊണ്ട് എന്നും ശരിയായ പ്രശ്നങ്ങളിലേക്ക്, ശരിയായ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്താൻ സഹായിച്ചിരുന്നു. നിങ്ങളും എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭൃത്യന്മാരെന്ന് വിചാരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും അവരെ കേൾക്കുന്നത് കൊണ്ടാണ് ശരിയായ സംഭവം എന്നാണെന്ന് മനസ്സിലാക്കാനും പരിഹാരത്തിലേക്ക് എത്താനും കഴിയാമെന്നുള്ളതാണ് മൂന്നാമത്തെ മെസ്സേജ്. നിശബ്ദമായി ഒരു ഡാൻസും സംഗീതവും അല്ലാതെ നിശബ്ദമായി എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. ഇനിയും നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ. Good evening. I take this opportunity to welcome and also thank Werner and Gabriel with us. They are very keenly listening and also recording. And especially the birthday baby also spent most of her life in Germany. Also, I like to say I was also there 1 year. So I learned this song when I was in Stuttgart. That was in 1975. So first of all, forgive my pronunciation. Secondly, my throat actually is not doing good. Anyway, I dedicate this song for my beloved sister and especially Mr. Gabriel and Werner. I hope they will translate for others. Ish sage yasutir, den du sagst ein Ja zu mir. Ich rufe Herr zu dir, denn du sagst ein Gegen mich. Jesus Christus, mein Gott und mein Herr. Jesus, mein Gott und mein Herr. Also, I offer this song for our beloved Nisha.
She is born and brought up in Switzerland. Thank you for listening. അപ്പോൾ ഇനി എന്തേ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് സോങ് പോലെയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആർക്കാണേലും ഓക്കെ. 2 മിനിറ്റ് കഴിഞ്ഞൊരു പാട്ട് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു പ്രത്യേകമായ ഒരു പാട്ട് വരികയാണ്. നിഷ കുഞ്ഞായിരുന്നപ്പോൾ ഉറങ്ങണമെങ്കിൽ ഈ പാട്ട് കേൾക്കണം. ഇപ്പം ഇത് കേട്ട് കിടന്നുറങ്ങാതെ നിങ്ങൾ അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂയിലയിൽ നീ വരൂ രാഗം. പൂവിളി പൂവിളി പൊന്നോണമായി പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിര ചോതി. പൂനെല്ലിൻ പൂമണം പൂമുത്തം പോലും നീ വരൂ പൊന്നോടത്തുമ്പി. ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ രാഗം പാടാൻ. പൂവിളി പൂവിളി പൊന്നോണമായി മാരിതിൻ മാല മനം പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലയിൽ പമ്പാതീരത്തിൽ. മാരിതിൻ മാല മനം പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്ന പൂമാലയിൽ പമ്പാതീരത്തിൽ. തുമ്പപ്പൂക്കൾ തമ്പ്യാർ വട്ടം ചെത്തി ചെമ്പരത്തി. തുമ്പപ്പൂക്കൾ നമ്പ്യാർ വട്ടം ചെത്തി ചെമ്പരത്തി. പൂമണ്ണിൻ പൂമണം പൂമുത്തം പോലും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ രാഗം കാണാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. തന്നെ मुझको बता दे
देखो जिनमें ना तो मिले गीतों में होठ मैंने अब तक ही जब सुने मुझको ना दिन ना तुझ पे उतना इस दिल को तुझ पे होने लगा एक बार तन्हा लम्हा वो अपने बुनती हो तेरे सपने तुझसे हुआ मुझको प्यार हो जन्नरी सुलझा दे चाह में आना तेरे ख्वाबों में अब जीना चाह में आना तू ही मुझको बता दे चाह में आना अपने तो दिल का बता दे चाह में आना ശമിശേഖ് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ കൃതജ്ഞ പറയേണ്ടിയ ഒരു കടമയാണ് എന്നിൽ ഉള്ളത്. ആദ്യമായി ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ എല്ലാവരും ഒരു കൂട്ടായ്മ ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ നമുക്ക് ഇന്ന് നല്ല ഒരു കാലാവസ്ഥ കിട്ടി. ഇവിടെ എല്ലാം ഒരുക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. പലയിടത്തു നിന്നായി ഇവിടെ എത്തി ഇതിൽ പങ്കെടുത്ത് പാട്ടുകൾ പാടി എല്ലാവരെയും സന്തോഷിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി. ഇതിനിടയിൽ നമുക്ക് അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസ് വേർണറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവർ വളരെ എന്തു പറയുക സൗമ്യമായിരുന്ന എല്ലാത്തിലും പങ്കെടുത്തു, ഫോട്ടോകളെടുത്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് ചർമ്മം പറയാനും പറ്റി. ഇനിയുമുള്ളത് എന്തെങ്കിലും ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതുപോലെ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ എല്ലാ പരിപാടികളും പ്രകടിപ്പിച്ച നമ്മുടെ കൊച്ചുമക്കൾക്ക് പ്രത്യേകം നന്ദി. അവർ വളരെ നന്നായി എല്ലാം ചെയ്തു. പിന്നെ നല്ല നല്ല ഭക്ഷണം ഒരുക്കിയവർക്കും ഈ ഗാർഡൻ ഒരുക്കിയവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. അടുത്തത് നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഒത്തിരി പേര് വരാതെ പറ്റിയിട്ടുണ്ട്, അസുഖം കാരണവും എല്ലാം. അതുകൊണ്ട് ഭക്ഷണം നല്ലപോലെ കഴിക്കുക. സമയമുണ്ട്, പറ്റുന്നിടത്തോളം കഴിക്കുക. താങ്ക് യു. സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിതമനാദി സോപാനം അനകസുഖമേ സർവം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനകസുഖമേ സർവം.
മൃദുസ്മേത സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം മോഹവൈഭവം തവ മൃദു സ്നേഹ സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം യോഗവൈഭവം നിത്യസുന്ദരീ വശ്യമോഹിനി ലയുദാരമീ പരചരണം ആനന്ദം ദാനന്ദം ദാനം ഗമനം ഗാനം ഗമനം ഗാനം ഗമനം ഗാനം ഗമനം ജ്ഞാനം യവനം മുഖരിരമി മൗനം പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനകസൂതമീശ്വരഹൃദയം ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പരിവേദനാകും പാപാന്തകാരം പാർവണമാകും പാതയമാകും കുഞ്ഞുങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ പാശ്രയമാകും ദൈവാംശം ഇനി കണ്ണീർ കണിമലരാകും ആനന്ദനന്ദനം തം തോം തനം തം തോം തനം തം തോം തനം ആനന്ദനന്ദനം തോം തോം തനം തോം തോം തനം തോം തോം തനം ദാനം ദവനം ഗാനം ഗമനം ഗാനം ഗമനം ഗാനം ഗമനം ഗാനം യമനം മുഖരിതമീ മൗനം സമയമിത പൂർവസായാനം ഹരിതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം ഹരികസുതമീശ്വരഹൃദയം ഇന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി ഹരിപദമനാദി സോപാനം അനകസുതമീശ്വരഹൃദയം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം എന്നെ ചുടുനറ്റി പൂവിലൊരുങ്ങ വയ്ക്കാം കരയാടുന്ന പുടവ മൂടുന്ന ഞാനല്ലേ.
Thank